ആരപ്പ ഈ 1:30 മണിക്ക് വിളിക്കണേ? മണ്ടു മണ്ടു, ആരോ ഒളിബെല്ലടിക്കണു. പുറത്താരോ വന്നിട്ടുണ്ട്. പുറത്താരോ വന്നിട്ടുണ്ട്. എത്ര മണിയായി? 1:30 മണി. 1:30 മണിയോ? ആ, പുറത്താരാ? അതാരോ വിളിക്കണു. സുധേട്ടാ, അച്ഛൻ. അച്ഛനാ? എന്റെ അച്ഛന് വയ്യാതെ കിടക്കല്ലേ? അതിനെ അച്ഛന് എന്തെങ്കിലും പറ്റിട്ടുണ്ടാവും? എടി, അച്ഛനൊന്നും പറ്റിണ്ടാവില്ല. ഇനിയിപ്പൊ അച്ഛൻ മരിച്ചു തന്നെ വെക്കേ. അല്ലടി, അച്ഛൻ എന്തേലും പറ്റിന്ന് തന്നെ വെക്കേ. അവര് ഫോൺ ചെയ്ത് അറിയിക്കല്ലേ ഉള്ളൂ. ഈ രാത്രി വരുമോ? ആരാ? അച്ഛാ, അച്ഛാ, ഉണ്ണിയാ? അച്ഛാ, നിക്കടാ. എന്തേ? ആരാ പുറത്ത്? അതെ, കോളിംഗ് ബെല്ല് അടിക്കുന്ന ഇട്ടിട്ട് ഞാൻ പോയി ജനലിന്റെ ഉള്ളിൽ നോക്കുമ്പോ ആരുമില്ല. ഇല്ല, പക്ഷെ തിരിച്ചു വന്നപ്പോ ആദ്യം അടിക്കുന്നിട്ട് നോക്കുമ്പോ ജനലിൽ നോക്കുമ്പോ പുറത്ത് വെള്ള സാരി കൊടുത്തൊരു പെണ്ണ്. അതാരാ? പ്രേതം തന്നെ. വെള്ള സാരി എടുത്ത പ്രേതം അല്ലാണ്ട് വേറെ ആരി? നമുക്കൊന്ന് പോയി നോക്കാന്ന്. അച്ഛനമ്മ നോക്കിട്ട് നടക്കണം. മണ്ടുവാടി. ആരാ? എന്തൊന്നും ഉണ്ടാത്ത? പുറത്താരാ ബെല്ലടിക്കണേ? നീ എവിടെ ആളെ കണ്ടേ? എവിടെ? പുറത്തുണ്ട്. നീയൊന്ന് നോക്ക്. ആ സാരിയാണ് നീ പറഞ്ഞേ? അത് ഞാൻ അടിയിൽ ഉണക്കാനിട്ടേക്കണ എന്റെ സാരിയാ. ആ സാരി ബെല്ലടിക്കോ? അല്ലാതെ അപ്പൊ പിന്നെ ബെല്ലടിച്ചതാരാ? അവിടെ ആരെയും ഞാൻ കണ്ടില്ല. വേറെ ആരും ഇല്ലേ? ഇല്ല. ഇങ്ങോട്ട് മാറി. അവിടെ പുറത്താരാ? പുറത്താരും കാണാനില്ല. കണ്ടതാ. എന്തത്? രാത്രിയൊക്കെ ഇങ്ങനെ വന്ന് ബെല്ലടിച്ചിട്ട് അവിടെ ഒളിച്ചിരിക്കും. എന്തിന്? നമ്മുടെ തലക്കടിച്ച് കൊന്നിട്ട് ഇവിടുത്തെ സാധനമൊക്കെ എടുത്തോണ്ട് പോകും. കുത്തിട്ട് സ്ട്രോലി വലിക്കുന്നു. നീ എന്താ പറയണേ? ഞാൻ കള്ളന്റെ കാര്യം പറയണേ. അപ്പൊ ഇനി എന്താ ചെയ്യാ? തുറക്കണ്ട, തുറക്കണ്ട. ഇരുമ്പിന്റെ കഷ്ണം ഉണ്ടാക്കില്ല തൊടൂല. ആ കൈ പിടിക്ക. മണ്ടാണെന്നാ വരാണ്ടിക്കോ. എന്നാലേ പോയിട്ട് കിടന്നു തുറക്കാം. അതാ നല്ലേ. നീ പോയി കിടന്നുറങ്ങിയേ. ഒറ്റക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് കിടക്കും. ഞങ്ങളുടെ അടുത്ത് കിടക്കും.
ഞാൻ പോവില്ല. ആ മതി, വാ ഇങ്ങോട്ട്. വാ. നടക്ക്. ഞാൻ നേരത്തെ പേടിച്ചിട്ട് കുറച്ച് മൂത്രം വെച്ച് പോയി, ബാക്കിയുണ്ട്. പോയി കിടന്നു. ഞാൻ വന്നിട്ട് കിടന്നാ മതി. ഓടാ. കള്ളന്മാരാവില്ല. കള്ളന്മാരാണെങ്കിൽ എന്തിനാ ബെല്ലടിക്കണേ? എന്താ സുഖേട്ടത്? ബെല്ലടിച്ചിട്ട് മാറി നിൽക്കും. നമുക്ക് ആരെങ്കിലും ഫോൺ ചെയ്യണോ? എന്തിന്? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആരോടെങ്കിലും. ടീഷർട്ട് ക്ലീൻ ചെയ്ത ഒരാള് എവിടെ? കണ്ണാടിയിൽ ഞാൻ തന്നെ പേടിച്ചോയി എന്നെ കെട്ടിച്ചു. സുഖേട്ടാ കിടന്നോ? ആ ആ എന്നാലും അത് ആരാകും? എനിക്കൊരു സമാധാനമില്ല. ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു മണ്ണുണ്ണിയായി പോയാലും ഇതൊരു ധൈര്യമുള്ള മകനാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ധൈര്യമില്ലാത്ത കുറെ സാധനങ്ങള്. അതെ, ഞാൻ അവിടെ കിടക്കാം. പേടിക്കണ്ട, ഇങ്ങോട്ട് നീങ്ങി കിടന്നോള്. രണ്ടാളും എന്നെ പിടിച്ചിട്ട് കിടന്നോ. ഇങ്ങോട്ട് കിടന്നോള്. ഞാനിവിടെ ഇരുന്ന് നോക്കിക്കോളാം. ഞാനിവിടെ ഇരുന്ന് നോക്കിക്കോളാം. എന്നാ നീ ശ്രദ്ധിക്കിട്ടല്ല. ഇതങ്ങോട്ട് വെച്ച നമ്മുടെ സൂതേട്ടന്റെ വീട് കച്ചവടമായത് അറിഞ്ഞാ? അറിഞ്ഞു. ഞാനൊരു 6-7 പാർട്ടിനെ കൊണ്ടുവന്ന് കാണിച്ചാണ്. അന്നൊന്നും അയാൾ വില കൊണ്ടെടുത്തില്ല. ഇപ്പൊ സത്യേട്ടൻ ചോദിച്ചപ്പോ അങ്ങോട്ട് കൊടുത്ത അയാൾ അഡ്വാൻസും മേടിച്ചു. അയാൾക്ക് ഒക്കുന്ന വില അയാൾ പറഞ്ഞിട്ടുണ്ടോ സത്യൻ? ഒക്കുന്ന വില എന്ന് വെച്ചാൽ ലോകത്തില്ലാത്ത വിലയും പറഞ്ഞിട്ട് അയാൾ ഇരിക്കായിരുന്നു. ഇപ്പൊ സത്യേട്ടൻ പറഞ്ഞപ്പോ ന്യായമായ വിലക്ക് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടില്ല. അതിനും കുറച്ച് പറഞ്ഞാ പിന്നെ അയാൾക്ക് കൊടുക്കാൻ പറ്റും. അയാൾക്ക് ഏകദേശം ഒരു ഇത് വേണ്ടേ, അതിനൊരു ധാരണ വേണ്ടേ? അതിലും കുറച്ചൊന്നുമല്ല, നല്ല വിലയെ പറഞ്ഞത്. ആ നല്ല വില. ഇതൊക്കെ അല്ല, ഒരു പുതിയ വിശേഷം അറിഞ്ഞങ്ങള് നമ്മളെ സുഗതന്റെ വീട്ടില് പ്രേതബാധ, ജിന്ന്. എല്ലാം പറയലേ മൊയ്തൂക്ക. നിങ്ങൾ ആ വീട് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഭേദവാദ പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ പറയുന്നല്ല. എന്താണ് ഈ കബൂർ കാക്ക കാണിക്കുന്നത്? അതെ, സംഭവം വെറുതെ പറയണല്ല. ഇന്ന് രാവിലെ എന്റെ പേരിൽ പത്രം വന്ന ചെക്കൻ പറയാ, ഇന്നലെ പൊലച്ചൊക്കെ ഒരു 1:30 മണി സമയത്തെ ഇവര് വീട്ടിന്റെ കോണിംഗ് ബെല്ല് അടിച്ചു പോലെ. കോളിംഗ് ബെല്ല? അങ്ങനെ പെരേരെ പുറത്തടിക്കൂലേ കോളിംഗ് ബെല്ല്? ആ ബെല്ലടിച്ചപ്പോ ഇവര് വന്ന് നോക്കിയപ്പോ പുറത്ത് ആരെയും കാണുന്നു. പേടിക്കല്ല, ഒന്ന് തിരിച്ചു വെച്ചോട്ടെ, കുറച്ച് തിരക്കുണ്ടാവാ. സർക്കസാരനാ തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് പാലോട്, മടത്തറ, കൊളുത്തൂപ്പുഴ, വിതിര, തെന്മല, ആര്യങ്കാവ് വരെ പോകണ്ട. ഹലോ സുഗതൻ ചേട്ടൻ. എന്റെ പേര് എനിക്കെല്ലാം അറിയാം. ഉണ്ണിരാജ് അറിയാം. ഇനി ഒരു അമ്മ കൂടെ ഇല്ലേ ഇവിടെ? മണ്ടോതിരി ഉണ്ട്. അമ്മയുടെ എവിടെ? മണ്ടോതിരി. വിളിക്കും. അല്ല, എനിക്ക് ആളെ മനസ്സിലായില്ല. എല്ലാം പറഞ്ഞുതരാം. പച്ചസത്യം ഓൺലൈൻ ന്യൂസ് മീഡിയ എന്ന് പറയുകയാണ് ഞാൻ. അല്ല, അതിനിപ്പോ ഇവിടെ വന്ന എന്താ ചെറിയ വിശേഷം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നലെ ഇവിടെ ഒരു ചെറിയ വിശേഷം ഉണ്ടായല്ലോ, അത് ഞാൻ അറിഞ്ഞു. അതൊക്കെ അറിഞ്ഞു. അതെങ്ങനെ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞ്? ഏയ് സുഗതൻ ചേട്ടാ, ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയും പോലെയാണ് പച്ചസത്യം ഓൺലൈൻ ന്യൂസ്. ഈ മുക്കിലും മൂലയിലും ഉണ്ടാവും. ഈ നാടിനെ കുറിച്ചറിയാം, ഈ റോഡിനെ കുറിച്ചറിയാം, ഈ വീടിനെ കുറിച്ചറിയാം, ഈ വീടിലെ മുറികളെ കുറിച്ചറിയാം, ഈ വീടിലെ ഓരോ മുറികളിലും എന്ത് നടക്കുന്നു എന്ന് പോലും പച്ചസത്യം ഓൺലൈൻ ന്യൂസ് അറിയാം.
അമ്മ കയ്യിലെ കണ്ണെടുത്ത് അച്ഛന്റെ തലക്കടിച്ചിട്ട് ബോധം പോയത് അറിഞ്ഞിണ്ടാവൂലേ? അതറിഞ്ഞില്ലല്ലോ. ഇല്ലേ? അത് വെറുതെ അവള് തമാശക്ക് ചെയ്ത. തമാശ എന്റർടൈൻമെന്റ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഓൺലി ന്യൂസ് ന്യൂസ് ന്യൂസ്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അച്ഛന്റെ ബോധം പോയത് എങ്ങനെ തമാശ? അതിലെന്താ തമാശ? ഇരിക്കും. അല്ല എന്നാ പിന്നെ ഇങ്ങോട്ട് ഇരിക്കാം. അല്ല എന്നാ പിന്നെ ഇവിടെ ഇരിക്കാം. എവിടെയെങ്കിലും ഇരിക്കൂ. ഇരിക്കൂ വേണ്ടി ഇരിക്കൂ. നമസ്കാരം. പച്ചസത്യം ഓൺലൈൻ ന്യൂസ് മീഡിയ എടുത്ത വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം. പച്ചസത്യത്തിനോട് കള്ളം പറയരുത്. സത്യം മാത്രമേ പറയാവൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇന്നലെ രാത്രി ഒരു 1:30 മണിക്ക് അല്ലേ? ഒരു നിമിഷം. 1 മണിയാണോ 1:30 മണിയാണോ? സത്യം പറയണം. 1:30 മണി. 1:30 1:30 മണി. 1:15. അതാ കൺഫ്യൂഷൻ. ഇത് കള്ളം 1:30 മണി. ഞാൻ വാച്ചിൽ നോക്കിയതല്ലോ. 1:30 മണി. ഉണ്ണി എന്ത് ചെയ്യുന്നു? ഞാനേ മോഡലിങ്ങിന് ഫോട്ടോ എടുത്തിട്ടേ മോഡൽ ആവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതെ അല്ല കൊള്ളാം. നല്ല ലുക്ക് ഉണ്ട്. ഈ മറ്റേ തുണിക്കടയിലൊക്കെ പ്രതിമ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കില്ല, അതുപോലെ നിൽക്കാൻ കൊള്ളാം. നല്ല ഇതായിരിക്കും. ശരി, നമുക്ക് ബാക്കി വിഷയത്തിലോട്ട് വരാം. അപ്പൊ 1:30 മണി ഫിക്സ്. ഒരു 1:30 മണിക്ക് ആരോ ഓളിമ്പല്ലിൽ അടിക്കണം. മതി. അപ്പൊ കോളിംഗ് ബെല്ല് വെള്ള സാരി അല്ലേ? ഓക്കെ. ചായ വരെ വേണ്ട ഗ്രീൻ ട്രൂത്തിന്. അമ്മോ ഈ വക ആൾക്കാർക്കൊക്കെ ചെറിയ വട്ടുണ്ടാവൂല്ലേ? ഉണ്ടാവും. ഞാൻ ഇന്നലെ എത്തി ഡൽഹിന്ന്. അവിടെ തറവാട്ടിലുണ്ട്. ഇനി ഇലക്ഷൻ കഴിയുന്നവർ ഇവിടെ തന്നെ. വൈകിട്ട് വാ, പാർട്ടി ഓഫീസിലേക്ക് വാ, അവിടെ വെച്ച് കാണാം. അല്ല പിന്നെ അച്ഛനെങ്ങനെ ഇരിക്കണോ? സുഖാണോ? മരിച്ചോ? 3 കൊല്ലായോ? സോറി, ഞാൻ അവിടെ തിരക്കില് അത് ശ്രദ്ധിച്ചില്ല. നമുക്ക് നേരിട്ട് കാണാം. ആ തങ്കച്ചന്റെ അച്ഛൻ മരിച്ചിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയണ്ടോ? അറിയിച്ചിരുന്നു. അപ്പൊ ഞാൻ നോക്കാഞ്ഞിട്ടല്ലേ. പിന്നെ ഡൽഹിയിൽ നിന്ന് 2 ദിവസത്തിന്റെ ഉള്ളിൽ ഫണ്ട് എത്തും. എല്ലാ സ്ഥലത്തും പോസ്റ്ററുകൾ പറ്റും. ഉറപ്പായിട്ടും. പിന്നെ നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള എല്ലാ ലൈറ്റ് ആൻഡ് സൗണ്ടും നമ്മൾ ബുക്ക് ചെയ്യണം. എന്നെ തെറി പറയാൻ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടാവരുത്. അല്ലേ? പിന്നെ എല്ലാവർക്കും വെള്ളമുണ്ടും ഷർട്ടും വാങ്ങി കൊടുത്തു. ഏലിയാസേ ഒപ്പുണ്ടാവണം. പിന്നെ തീർച്ചയായിട്ടും. മണ്ടു, ആ കാർത്തിയനോട് കുറച്ച് ചായ എടുക്കാൻ പറ. നമസ്കാരം. നമസ്തേ. ചായയൊക്കെ എടുക്കാം. ആദ്യം കൂളർ വെക്കി. അയ്യോ, എന്താ ഇവിടുത്തെ ചൂട്? എങ്ങനെയാ സഹിക്കണേ? ഈ നശിച്ച നാട്ടിൽ എങ്ങനെ ജീവിക്കണേ നിങ്ങള്? എന്റെ പ്രസാദ്, നിന്നോട് ഞാൻ 3 കൂളർ കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? എപ്പോ ഞാൻ ഇനി ഡൽഹിക്ക് തിരിച്ചു പോയിട്ടോ? റെഡിയാക്കി തരാന്ന് പറഞ്ഞ ചൂടും കൊതുകും. മോൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല കക്കൂസി പോകാൻ പറ്റില്ല. കൺട്രി ഇന്ത്യൻ ക്ലോസറ്റ്. എടാ, ഒരു ഇലക്ഷൻ കഴിയുന്നവരല്ലേ, ഒന്ന് സഹിക്കേ. ഭായി, കൂളറിന്റെ കാര്യം അച്ഛൻ പറയണ പോലെ ശരിയാക്കി തരാന്ന് പറയാതെ ഇന്ന് ഉച്ചക്ക് ഇവിടെ എത്തിച്ചു തരണം. ഇന്ന് എന്തായാലും എത്തും. പിന്നെ നിക്കാൻ കഴിയല്ല. ഡൽഹിയിൽ അങ്ങോട്ട് സെറ്റായിട്ട് ഗസ്റ്റ് ഹൗസിലേ. അതെ, ഒരു കാര്യം ചെയ്യാന്ന, കൂളർ വരണവരെ നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്താൽ AC റൂം എടുക്കാം. നീ എന്താടി ഇത്? എല്ലാ പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോ ഞാൻ ഇവിടെ നിൽക്കാറ്. പിന്നെ അത് മാത്രമല്ല, നാട്ടുകാർക്കിടയിലെ ജനിച്ച വീട്, തറവാട്, ബന്ധുക്കള്, നാട്ടുകാര്, അവരൊക്കെ ആയിട്ടുള്ള എന്റെ ബന്ധം അറിയണ്ടേ? അതിന് 1 മാസം ഇവിടെ ശ്വാസം കിട്ടാതെ കിടന്ന് ഞങ്ങള് മരിക്കും. എങ്ങനെയെങ്കിലും തെണ്ടികളോടൊക്കെ വോട്ട് ചെയ്ത് അച്ഛനൊന്ന് ജയിപ്പിക്കാൻ പറ. നിക്കാൻ പറ്റാഞ്ഞിട്ടാണ് 1 മാസം. മമ്മി ചുപ്പ് മേലെ പോലെ. അതെ, നീ ഈ നാട്ടുകാരോടൊക്കെ ചെന്ന് സംസാരിക്കണം. അവരായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവണം. സ്ത്രീകളുടെ വോട്ട് പരമാവധി എനിക്ക് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കണം. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ടല്ലോ സുഖദേട്ടാ. എന്താ സുഖദേട്ട ഇങ്ങനെ പറയണേ? അല്ലെങ്കിൽ ഇപ്പൊ സുഖദേട്ട ജയിക്കാതിരിക്കാൻ പോവാണോ? കൂളറിന്റെ കാര്യം മറക്കരുത്. ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവർക്ക് 10 വയസ്സ് കിട്ടുന്ന നേരമല്ലേ. ഇവിടെ അല്ലാതെ ഇവിടെ വരാൻ. അല്ല ബേബി, ഞാൻ പാർട്ടി ഓഫീസിലേക്ക് അങ്ങോട്ട് വരാൻ പറഞ്ഞല്ലേ, പിന്നെന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അതല്ല, ഞാനൊരു കാര്യമുണ്ട് പറയാൻ, സംഗതി കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. അതായത് മാറ്റങ്ങൾ എന്താ? കണ്ണാടിയാ മുഖത്തോണ്ട് നോക്കാൻ. അങ്ങോട്ട് മാറ്.
ഒന്ന് മാറി ചൈനന്റെ പതിലുമായിരിക്കും നിൽക്കുന്നു മാറി ഒരു സ്ഥലമില്ല അവിടെ ഇരിക്കേ. ഇരിക്കാൻ നിലത്തിരിക്കാൻ വയ്യാന്ന് ഇതെന്താ സാധനം അത്? എന്താടോ അത്? ഇത് അങ്ങോട്ട് നീങ്ങില്ല ഹാങ്ങായിട്ട് ഞങ്ങളോട് എത്ര വയസ്സും ഒരു പുതിയ ഫോണൊന്ന് വാങ്ങിത്തരേ. അത് നിങ്ങളെ പറ്റിയിട്ട് ഫോട്ടോ വെച്ചിട്ട് ഒരു ട്രോൾ ഇറങ്ങിക്കുന്നു. എന്താ? ഇലക്ഷൻ സമയത്ത് മാത്രം സ്വന്തം മണ്ഡലത്തിൽ എത്തുന്ന വൈറസ്. അല്ല, അങ്ങനെയൊക്കെ പല ട്രോളുകളും വരും. പക്ഷെ അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതേ ലൈക്കും ചെയ്തിക്കിന് ഷെയറും ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മോൻ പ്യാരി അടക്കാണ് ഷെയർ ചെയ്ത്. अरे ये तू क्या किया? ये तुम्हारे पिताजी है. ക്യാ പിതാജി കച്ചറ ബൈ. എടാ, അച്ഛൻ ഇലക്ഷന് നിൽക്കുമ്പോഴേ എതിർ പാർട്ടിക്കാർ പല ട്രോൾ ഇറക്കും. അതിനെതിരെ ട്രോൾ ഇറക്കണ മക്കളെ കണ്ടിട്ടുണ്ട്. ഇത് അച്ഛന്റെ നെഞ്ഞത്തിന് ചവിട്ടണ മകനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആരേ ബേബി പയ്യ എനിക്ക് വയ്യായൊന്നുമില്ല. പയ്യെങ്കിലും ഇതൊന്ന് കേക്ക്. ഓരോ എംപിമാര് മക്കളെ MLA മന്ത്രിയാക്കാൻ വേണ്ടി സ്വന്തം പാർട്ടി ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം. അച്ഛൻ എനിക്കൊരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും തന്നിട്ടുണ്ട. മുണ്ടി മുറുക്കി കൊടുക്കണം. 10 പൈസയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കണല്ലാതെ ഒരു കാര്യമില്ല ഇയാളെ കൊണ്ട്. വീടിന് ഉപകാരമില്ല, നാടിന് ഉപകാരമില്ല. നീ അച്ഛനെ പറ്റിയാണ് ഈ പറയണേ. നിന്റെ അച്ഛൻ തികഞ്ഞൊരു രാഷ്ട്രീയ നേതാവാണ്. അച്ഛൻ രാഷ്ട്രീയ നേതാവായിട്ട് മക്കൾക്ക് എന്താ കാര്യം? ഞാനും 18 വയസ്സായ വോട്ടവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് പല പാർട്ടിയിലും ഓഫർ ഉണ്ടെന്ന്. ഞാൻ പോകും. സ്വന്തം അച്ഛന്റെ പേരിലേ ആളാവല്ലേ വേണ്ടത്. ചെറുപ്പം മുതൽ പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിച്ചാണാവണം. അല്ലാണ്ട് വല്ലവരും തരുന്ന കൈ നീട്ടി തിരിക്കും അച്ഛന്റെ പേരിലല്ല. മേലെ നീ പുറത്തിറങ്ങി എന്റെ കാല് ഞാൻ തല്ലി പിടിക്കും. ഒരു മാസം വന്ന് വോട്ട് ചെയ്യണ ആളുകളുടെ അടുത്ത് പറ്റിച്ചിട്ട് ബേബിയേ, ഇവനെന്തോ ഇങ്ങനെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എതിർ പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചില്ല. ഓരിങ്ങളെ മോനെ ചാക്കിട്ട് പിടിച്ചാൽ നിങ്ങൾ വാഷളാവും. അതെ, ഈ ഇലക്ഷൻ കഴിയുന്നവരെ എല്ലാവരുടെ കണ്ണ് അവന്റെ മേലെ വേണം. പ്രസാദേ, അവന് ഈ വീട് വിട്ട് പുറത്തു പോകാൻ ഒരു അവസരം ഉണ്ടാക്കരുത്. ഞങ്ങള് നോക്കിക്കോളാം. 2 കണ്ണ് പോരാ ശരിക്ക്. ഇത് വേറെ ആരും അറിയണ്ട. ബേബിയെ, നീ പാർട്ടി ഓഫീസിലേക്ക് വിട്ടോ, ഞാൻ വരാം. ഇവരെല്ലാരും വരണം. വിട്ടോളൂ. സുഗതൻ സാറേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം പിന്നാലെ. ഏലിയച്ചേ, ഇപ്പൊ വരും, ഉണ്ണിപ്പ വരും. ഫ്ലക്സ് എടുക്കാൻ പോയിണ്ടോ? ഇപ്പൊ വരും. ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമുക്ക് രാത്രി ഇങ്ങോട്ട് വരണോ കേട്ടോ. രാത്രി നമുക്ക് ഒരുമിച്ച് കൊണ്ടേക്കാം. ഒരു 4-5 ഫ്ലക്സ് ഇവിടെ ഉണ്ട് ഇപ്പോ. ഉണ്ണി ഒരാളെയും കൂട്ടി പോയി. വരുന്നുണ്ട്. ഉണ്ണി വരുന്നുണ്ട്. നല്ല ആയിസോന്. അപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് സുഖമായിട്ട് എടുത്ത് പറഞ്ഞേക്കിട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിണ്ടെന്ന് പറഞ്ഞേക്ക്. വെച്ചോ ഒരു വന്ന് നോക്കിട്ട് ആ ചെടിയൊന്നും കളയല്ലേ. ദുഃഖഭാരം ചുമക്കുന്നു ശകുനമാണു ഞാൻ വിളക്കുമരമേ. തിരിച്ചു വെക്കടാ. എടുത്തു അപ്പുറം ഒന്നവർക്ക് 2 ഉണ്ടതാ. എന്തൊക്കെ കാണിക്കണത്? കാണുന്ന മാതിരി വെക്കാജിയെ. അങ്ങനെ വെക്ക്. അപ്പൊ ഞാനോ എന്തൊക്കെ കാട്ടണ്? ഒരു ബോധം കള്ളുടിച്ചിട്ടാണ്ട പണിക്കൊക്കെ പോണ നിങ്ങള്. അവിടെ വെക്ക്. തല അല്ല ഉണ്ണിയെ, എന്താണ് ഉണ്ണിയത് കഥ? എന്താ കഥ? എന്താ കഥാണോ? എടത് പഴയ ഫ്ലക്സ് അല്ലേ ഇത്? അതെ അല്ലേ? പക്ഷെ സൂതേട്ടൻ മാറുന്നില്ലോ. കൊല്ലത്തിൽ ഇലക്ഷൻ വരുന്നില്ലോ മൊയ്തുക്ക. 5 കൊല്ലത്തിലേക്കല്ലേ. കൂടുതൽ വർത്താനം പറയണേ. ഇങ്ങോട്ട് നോക്ക്, കൊമ്പൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടോ എന്റെ മേലെ? തേറ്റിയുണ്ട്. അത് ആൾക്കാർ സ്നേഹം കൊണ്ട് വരക്കുന്നല്ലേ. സ്നേഹം കൊണ്ട്. അതേ, പൊട്ടുംപൊളി പോയി വായിക്കള്. ഇതെല്ലാം വേണ്ടേ? നമുക്ക് പുതിയ ഫ്ലക്സ് വേണം. അതെ, പഴയ ഫ്ലക്സ് ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പൈസ ഡൽഹിന്ന് പൈസ വന്നിട്ടാ അത് തരൂ. നമ്മളെ പാർട്ടി ആരും പറ്റിക്കൂല. ചെല്ലിട്ടോ. കുട്ടൂസാ, ഞാൻ ഉണ്ടെങ്കിൽ ചെല്ല്. തരുവാടാ. 5 വയസ്സൊക്കെ ഗതിയില്ലാത്ത മാതിരി നിൽക്കുന്നു. അതെ, ഇത് മാറ്റണം. ഉണ്ണി എന്റെ പൊട്ടും പൊളിയൊന്നും ഇവിടെ നടക്കൂല. ഈ ഫ്ലെക്സ് എങ്ങനെയുണ്ടോ ആള് കാണിക്ക കൊണ്ടൊക്കെയത്? എന്റെ മോതൊക്കെ അത് കഴുകി വൃത്തിയാല് പുറ്റിയത്തെ പോലെ ഉണ്ടാവും. കഴുകിയ വൃത്തിയാവൂലേ?
അത് നേരാണല്ലോ. അത് ശരി. അപ്പൊ പാർട്ടിക്ക് വേണ്ടി പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്താണെങ്കിലേ അതല്ല അത് സാറായിക്കണ്. ഏ? 2 ഫ്ലക്സ് മേടിക്കേണ്ട പൈസ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചു കൊടുക്കാം. എന്താണ്? പഴയത് കൈയിട്ട് വൃത്തിയാവുമല്ലോ, ആ. പുതിയതുപോലെ ആവും. അപ്പൊ പുതിയത് മേടിക്കേണ്ട പൈസ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. ഒറ്റ ചവിട്ടാണ്ടല്ലോ പൈസ ലാഭിക്കണ്. അതൊന്നും പാർട്ടിയിൽ നടക്കൂല കേട്ടോ ഉണ്ണിയെ. എടാ എങ്ങനെയാണോ സുഖേട്ടന്റെ മുന്നിൽ നിങ്ങനത്തെ വർത്താനൊക്കെ പറയാൻ തോന്നുന്നു എനിക്ക്? അതിന് വേറെ പാർട്ടി പോയി ചേർന്നോണ്ടി. വേറെ പാർട്ടിയൊന്നും പോകാം. അത് നടക്കൂല. നാളെ ഞാൻ തന്ന കായ് കൊണ്ട് നാളെ പോയിട്ട് 2-3 ഫ്ലക്സ് പുതിയത് അടുപ്പിക്കണം. പുതിയ നല്ല ഫ്ലക്സ് അടുപ്പിക്കണം. ഇത് കേക്ക് വൃത്തിയാക്കാൻ വേണം. ഇത് ഇന്ന് രാത്രി വെക്കണം നമുക്ക്. ഈ പോയിട്ട് ആ പൈപ്പ് വർക്ക് പോയിട്ട് ഇപ്പൊ തന്നെ കേൾക്കാം. ചെരുത്ത് കൊടുത്തിട്ട് വരും. ചെല്ലേ ഒന്ന് ഉഷാറായിട്ട് ചെല്ലുണ്ണിയെ. എലക്ഷൻ ഇവിടെ എത്തിക്കണ്. അല്ല സുധേട്ടാ ഇവിടെ ക്ഷമിച്ചാളി. നമ്മൾ ഉണ്ണിക്ക് പറ്റിയൊരു അവതാ കയ്യ വൃത്തിയാന്നോ പറയണേ കേട്ടോ. നാളെ നമുക്ക് ഉഷാറ് ഫ്ലക്സ് 2 വേറെ വെക്കാം. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് പിടിക്കണം. ആ അടിച്ചോട് നിന്റെ ചേർത്ത് പടുക്ക്. ആ കൈകേന്റെ പൈസ കിട്ടുവാ? ആ കേക്കിന്റെ പൈസ എനിക്ക് തരുന്നു. ഇതുകൊണ്ട് ഉറക്കി. നന്നായിട്ട് ഉറച്ചോട്. ആ കൊമ്പൊക്കെ പോക്ക്.